ഇനി നമ്മൾ നേരെ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ബ്രഹ്മപുരത്തെ മാസ്റ്റർ പ്ലാൻ മാറ്റുവാനുള്ള ഒരു കൊച്ചി കോർപ്പറേഷന്റെ UDF ഭരണസമിതിയുടെ നീക്കം വളരെ വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബ്രഹ്മപുരത്തെ ആ ഒരു മാലിന്യം ഏത് തരത്തിലുള്ളതായിരുന്നു. ആ മാലിന്യ മലയുടെ ദൃശ്യങ്ങൾ നമ്മുടെ ആരുടെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. എന്നാൽ അതേ സ്ഥാനത്ത് ആ മാലിന്യ മലയെല്ലാം മാറി അവിടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡൻ പോലെ വന്ന് അവിടെ മന്ത്രി ഉൾപ്പെടെ ക്രിക്കറ്റ് കളിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഇങ്ങനെ വളരെ നമ്മുടെ എല്ലാവരുടെയും കാഴ്ചയിലേക്ക് എത്തിയ ആ ഒരു വലിയ മാറ്റത്തെ പോലും ഇല്ലാണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതൊന്നും ഒരു മാറ്റമല്ല എന്ന് പറഞ്ഞ് എല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്ന് അവിടം സന്ദർശിച്ച് ഈ കൊച്ചി മേയർ പറഞ്ഞതൊക്കെ പിന്നീട് വലിയ ചർച്ചയാവുകയും അതുമാത്രമല്ല ബ്രഹ്മപുരത്തെ മാസ്റ്റർ പ്ലാൻ തന്നെ മാറ്റി എന്തൊക്കെയോ ചെയ്യുവാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഈ UDF ഭരണസമിതിയുടെ നീക്കത്തിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ഉൾപ്പെടെയുള്ള MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ വളരെ കൃത്യമായ പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു മാലിന്യമല അല്ലെങ്കിൽ ഈ ഒരു മാലിന്യം ഉപയോഗിച്ച് തടിച്ചു കൊഴുത്ത കുറേയധികം താപ്പാനകളുണ്ട്. അവർക്ക് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് കൊച്ചിയിലൊന്നും അനങ്ങുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴിത് അവരിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവർ ആ ഒരു വീണ്ടും അതിൻ്റെ നേട്ടം കൈയാളാൻ ശ്രമിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് എന്ന തരത്തിലൊക്കെ മന്ത്രി MP രാജേഷ് പ്രതികരിക്കുകയുണ്ടായി. ഇപ്പോഴിതാ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തന്നെ അവിടുത്തെ സാഹചര്യം പോകുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാനിൽ മാറ്റം വരുത്തുന്നതിൻ്റെ മറവിൽ വലിയൊരു അഴിമതിക്ക് കളം ഒരുക്കുകയാണ് അവിടുത്തെ UDF ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ അവിടെ വ്യക്തമാവുകയും ചെയ്യുന്നു. ഉമേഷ് ചേരുകയാണ് നമ്മളോടൊപ്പം. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ബ്രഹ്മപുരത്തെ മാലിന്യം ഇപ്പോൾ ഇതാ വീണ്ടും ചർച്ചയാകുന്നു. അവിടുത്തെ ഈ ബയോമൈനിങ്ങിലൂടെ മാലിന്യത്തിൻ്റെ ഏതാണ്ട് ഒരു 95% അവിടെ ഒഴിവാക്കിയിട്ടും അതൊന്നും കണ്ണിൽ പിടിക്കാതെയാണ് ഇപ്പോൾ കൊച്ചിയിലെ പുതിയ UDF ഭരണസമിതി അവിടെ എന്തൊക്കെയോ മാറ്റം വരുത്തുവാൻ പോകുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് സിന്ധൂരി. അതാണ് കാര്യം. ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, അഴിമതിയുണ്ട് എന്നുള്ളത് തന്നെയാണ് പൊതുവെ വിമർശിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ്. അതിന് മുൻപത്തെ ദിവസം മുൻ മേയർ അനിൽകുമാർ പറഞ്ഞതും അതേ കാര്യം തന്നെയാണ്. ഈ കൊച്ചി കോർപ്പറേഷനിൽ UDF ഭരണസമിതി അധികാരമേറ്റ ശേഷം പുതിയ മേയർ VK മിനിമോൾ ഈ ബ്രഹ്മപുരം സന്ദർശിച്ച് ചില പ്രസ്താവനകൾ നടത്തിയതാണ് വലിയ വിവാദത്തിലേക്കും അഴിമതിയിലേക്കാണ് UDFൻ്റെ പോക്ക് എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള പ്രസ്താവന മിനിമോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. മിനിമോൾ ബ്രഹ്മപുരം സന്ദർശിച്ച ശേഷം പറഞ്ഞത് ഇവിടുത്തെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ഭക്ഷണ മാലിന്യമല ഉണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് മിനിമോൾ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു ഭക്ഷണ മാലിന്യമല ആരോപിക്കുമ്പോഴും അത് നേരിൽ കാണിച്ചു കൊടുക്കാൻ മേയർക്ക് കഴിഞ്ഞതുമില്ല. കാരണം മാധ്യമങ്ങളെയും വിളിച്ചാണ് പുതിയ മേയർ അവിടേക്ക് ചെന്നത്. ഇങ്ങനെ ഭക്ഷണ മാലിന്യമലയൊക്കെ കാണിച്ച് വലിയ ആരോപണം ഉന്നയിക്കുകയായിരുന്നു ലക്ഷ്യം. വാക്കാൽ ആരോപണം ഉന്നയിച്ചു, പക്ഷേ അത് പ്രത്യക്ഷത്തിൽ അത് കാണാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ ആളുകൾക്ക് ആ വ്യത്യാസം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബ്രഹ്മപുരത്തേക്ക് വരുന്ന മാലിന്യത്തിൻ്റെ അളവ് അത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നൊരു പ്രസ്താവന കൂടി നടത്തുകയുണ്ടായി. അതും ബോധപൂർവമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം അങ്ങനെ നഗരമാലിന്യത്തിൻ്റെ അളവ് പെരുപ്പിച്ച് കാണിക്കുന്നത് ബ്രഹ്മപുരത്ത് അഴിമതിക്ക് കളമൊരുക്കാനാണ് എന്നുള്ളത് തന്നെയാണ് ആക്ഷേപം. കാരണം കൂടുതൽ മാലിന്യമുണ്ട്, അതുകൊണ്ട് കൂടുതൽ മാലിന്യ സംസ്കരണ സംവിധാനം ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവരേണ്ടി വരും, കൂടുതൽ വാഹനങ്ങളിലേക്ക് ആ മാലിന്യം നീക്കം ചെയ്യാനായി ഉപയോഗപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വരുന്നതൊക്കെ വലിയ പണച്ചിലവിന് ഇടയാക്കും എന്നുള്ളത് തന്നെയാണ്. അത് പുതിയ അഴിമതിക്ക് കളമൊരുക്കലാണ് അത്തരത്തിലൊരു നീക്കത്തിന് പിന്നിൽ എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഒപ്പം അവിടുത്തെ ബയോമൈനിങ് ഉൾപ്പെടെ ഒന്നും പൂർത്തിയായിട്ടില്ല, ഇനിയും 2.5 ലക്ഷം ടൺ മാലിന്യമുണ്ട് എന്നൊക്കെയുള്ള ചില പ്രസ്താവനകൾ നടത്തി. അതും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ബ്രഹ്മപുരത്ത് ചെന്നാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്നതാണ് എന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. അത് രഹസ്യമായൊരിടമില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്ന സ്ഥലമാണ്. ബയോമൈനിങ് 99% പൂർത്തിയായ ഇടമാണ് ബ്രഹ്മപുരം എന്നുള്ളത് തന്നെയാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം പുതിയ മേയർ പറഞ്ഞൊരു കാര്യം, മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ ഈ ബ്രഹ്മപുരത്തിൻ്റെ പുതിയ മാറ്റം സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ക്രിക്കറ്റ് കളിച്ചു. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെയെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുന്നു, അവിടെ ആകെ തകരാറിലാണ്, ഇനി മണ്ണിട്ട് മൂടേണ്ടി വരും എന്നൊക്കെയാണ്. അപ്പോൾ മണ്ണടിക്കുന്നതിന് മറ്റൊരു ചിലവ്, ആ തരത്തിൽ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മുൻ മേയർ അനിൽകുമാറും അതിൻ്റെ വസ്തുത എന്താണ് എന്ന്
കഴിഞ്ഞ ദിവസം ബോധ്യപ്പെടുത്തുകയുണ്ടായി. അവിടെ യഥാർത്ഥത്തിൽ ബയോമൈനിങ് അടക്കം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി ഭൂമി താണിട്ടുണ്ട്. വളരെ അവിടുത്തെ മാലിന്യമെല്ലാം നീക്കി ആ സാഹചര്യത്തിൽ അവിടെ അല്പം ഭൂമി താണുപോയി. ആ താണ ഭൂമിയിലേക്ക് വേലിയേറ്റത്തിൻ്റെ ഭാഗമായി തൊട്ടടുത്തുള്ള കടമ്പ്രയാറുണ്ട്. കടമ്പ്രയാറിൽ നിന്ന് വെള്ളം വന്നതാണ് കണ്ടത്. അതിന് പരിഹാരം എന്നത് കടമ്പ്രയാറ് കെട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ വശം കെട്ടി വെള്ളം വരാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. അത് ചെയ്യാനും കഴിഞ്ഞ ഭരണസമിതി ആലോചിച്ചാണ്. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോയതാണ് കാരണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കൃത്യമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തം ആണ് വലിയ തരത്തിൽ ഇത്തരത്തിൽ പദ്ധതി ആസൂത്രണത്തിലേക്കൊക്കെ കഴിഞ്ഞ ഭരണസമിതിയെ എത്തിച്ചത്. അത് വളരെ കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി കോർപ്പറേഷൻ ചേർന്ന് വളരെ ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തു. മേയർ തന്നെ അതിൻ്റെ കണക്ക് പറയുകയുണ്ടായി. 10 വർഷക്കാലം UDF ആണ് ഭരിച്ചത്, 2010 മുതൽ 2020 വരെ. ആ വർഷം, ആ 10 വർഷ കാലയളവിലുണ്ടായ വലിയ മാലിന്യമലയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 2020 പുതിയ മേയർ ചുമതലയേറ്റ LDF മേയറായ M. അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ആ 5 വർഷക്കാലം കൊണ്ട് 10.5 ലക്ഷം ബ്രഹ്മപുരത്ത് നിന്ന് നീക്കം ചെയ്തത്. ഒപ്പം അവിടെ 2 പ്ലാന്റുകൾ, BSF പ്ലാന്റുകൾ 2 എണ്ണം വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. 150 ടണ്ണോളം മാലിന്യം അവിടെ വളരെ ഫലപ്രദമായി സംസ്കരിക്കുന്നുണ്ട്. പുതിയ CBG പ്ലാന്റ്, BPCL സഹകരണത്തോടെ പുതിയ BPCL പ്ലാന്റും അവിടെ ഉദ്ഘാടന സജ്ജമായി. അതിലും ഇപ്പോൾ ട്രയൽ നടക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഫലപ്രദമായി മാലിന്യ സംസ്കരണ സംവിധാനം മുന്നോട്ട് പോകുമ്പോഴാണ് ഇനിയും അവിടെ മാലിന്യത്തിൻ്റെ അളവ് കൂടുതലുണ്ട്, പുതിയ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്നൊക്കെ പുതിയ മേയർ പറയുന്നത്. പുതിയ ഭരണസമിതി ലക്ഷ്യമിടുന്നത് അഴിമതിക്ക് കളമൊരുക്കാൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബ്രഹ്മപുരത്ത് ചെല്ലുന്ന ആർക്കും അക്കാര്യം ബോധ്യമാകും. ബ്രഹ്മപുരം പഴയൊരു ബ്രഹ്മപുരമേ അല്ല എന്നുള്ളതാണ്. അവിടെ ഒരു തരത്തിലും മൂക്ക് പൊത്തേണ്ടതായ ഒരു സാഹചര്യം വരില്ല. വളരെ തുറന്നു കിടക്കുന്ന അവിടുത്തെ മാലിന്യമെല്ലാം നീക്കി പരന്നു കിടക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു. മാലിന്യമലകൾ പൂർണ്ണമായും നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് നേർ യാഥാർത്ഥ്യമാണ്, നേർ ചിത്രമായി നമുക്ക് മുന്നിലുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന അഴിമതി ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന ആക്ഷേപം ശക്തമാകുന്നത്. അതായത് ഉമേഷ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ ഭരണസമിതി അധികാരത്തിലേറിയിട്ട് അധിക ദിവസങ്ങൾ പോലും ആയിട്ടില്ല. അതിനു മുന്നേ അവിടെ എത്തരത്തിലൊരു അഴിമതിക്ക് കളം ഒരുക്കാം എന്നതിനെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നതല്ലേ? എത്ര കൃത്യമായിട്ട് ഇതാണ്. ഞാൻ ഉമേഷ് പറഞ്ഞപ്പോൾ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അതായത് ആറ്റിൽ നിന്ന് വെള്ളം കയറിയാലും അത് മണ്ണിട്ടുയർത്തുവാൻ പണം വേണം. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പണം എങ്ങനെ കണ്ടെത്താം, പണം എങ്ങനെ ചെലവഴിക്കാം, അതിലൂടെ എങ്ങനെ അഴിമതിയിലേക്ക് എത്തിക്കാം, അത് ആ സ്വന്തം പോക്കറ്റിലേക്ക് എത്തിക്കാം എന്നുള്ളതിന് ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് അവർ വലിയൊരു മാസ്റ്റർ പ്ലാൻ അതിനവിടെ തയ്യാറാക്കുന്നുണ്ടല്ലേ? എത്ര വിദഗ്ധമായിട്ടാണ് UDF ഭരണസമിതി അഴിമതിക്ക് കളമൊരുക്കുന്നത് അവിടെ? അതാണ് അത്. ഈ മാസ്റ്റർ പ്ലാനിലെ മാറ്റം വരുത്തണം എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു എന്നാണ് കാണിക്കപ്പെടുന്നത് എന്നുള്ളത്. അത്തരത്തിൽ പലതരത്തിലുള്ള അഴിമതികളും ചർച്ച ചെയ്യപ്പെട്ടതാണ്, ആക്ഷേപങ്ങൾ കേട്ടതാണ്. അത് പലർക്കും ഇത്തരത്തിലുള്ള അഴിമതി നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുമാണ്. കാരണം ആ 10 വർഷം കൊണ്ടാണ് ഇത്ര വലിയ മാലിന്യം അനുഭവിച്ചറിഞ്ഞതുമാണ്. കാരണം 10 വർഷം കൊണ്ടാണ് ഇത്ര വലിയ മാലിന്യമല അവിടെ ഉണ്ടായത് എന്നുള്ളതും സ്പഷ്ടമാണ്. ആ സാഹചര്യത്തിലാണ് ഈ LDF സർക്കാരിൻ്റെ അങ്ങനെ 2 ലക്ഷ്യങ്ങളുമായി ഇറങ്ങിത്തിരിച്ച UDF ഭരണസമിതിയുടെ വാക്കുകളിലെ പൊള്ളത്തരം അടക്കമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ആളുകൾ നേരിട്ട് ദൃശ്യസഹിതം അത് ആളുകളിലേക്ക് എത്തിക്കുന്നു. ശരി, വ്യക്തമാണ് ഉമേഷ്. എന്തായാലും ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പേരിൽ അവിടുത്തെ മാസ്റ്റർ പ്ലാനിന് മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെ അഴിമതിക്ക് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ഇടുകയാണ് അവിടുത്തെ UDF ഭരണസമിതി. ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.